മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വാപ്പ അബ്ദുൽ വഹാബ്. അബ്ദുൽ വഹാബിന്റെ വാപ്പ സുലൈമാൻ. സുലൈമാന്റെ വാപ്പ അലിയ. അലിയുടെ വാപ്പ മുഹമ്മദ്. മുഹമ്മദിന്റെ വാപ്പ അഹമ്മദ്. അഹമ്മദിന്റെ വാപ്പ റാഷിദ്. റാഷിദിന്റെ വാപ്പ ബരീദ. ബരീദിന്റെ വാപ്പ മുഷറഫ. മുഷറഫിന്റെ വാപ്പ ഉമർ. ഉമറിന്റെ വാപ്പ മിഅ്ലാദ. മിഅ്ലാദിന്റെ വാപ്പ രീസ. രീസിന്റെ വാപ്പ സാഹിറ. സാഹിറിന്റെ വാപ്പ മുഹമ്മദ്. മുഹമ്മദിന്റെ വാപ്പ അലിയ. അലിയുടെ വാപ്പ വഹീബ. വഹീബിന്റെ വാപ്പ ദുൽഖുവൈസിറത്ത് തമീമിയ. അപ്പൊ എവിടെത്തി? ദുൽഖുവൈസിറത്തി. ഹബീബായ റസൂലുള്ളാഹ് നീതി ചെയ്യുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ദുൽഖുവൈസിറത്തിന്റെ 16ാമത്തെ പൗത്രനാവുന്നു. ഹബീബിന്റെ നീതിയിൽ സംശയിച്ചിട്ടുള്ള ദുൽഖുവൈസിറത്തിന്റെ 16ാമത്തെ പൗത്രനാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അയാളാണ് വഹാബിസത്തിന്റെ സ്ഥാപിക. അയാളാണ് വഹാബിസം സ്ഥാപിച്ചിട്ടുള്ളത് ഹിജ്റ 1111. അപ്പൊ ഇതാണത്ര കുഴപ്പം. എന്താണ് അത്? 1111 മുഹമ്മദ് അബ്ദുൽ വഹാബ് സ്ഥാപിച്ചതാണ് വഹാബിസം. എന്താ തെളിവ്? എന്താ തെളിവ്? ആ പ്രസ്ഥാനത്തിന് കുഴപ്പമുണ്ട് പറയാൻ ന്യായം എന്താ? അത് അദ്ദേഹത്തിന്റെ ബാപ്പാന്റെ പേര് അബ്ദുൽ വഹാബാണ്. അബ്ദുൽ വഹാബിന്റെ വാപ്പ സുലൈമാനാണ്. സുലൈമാന്റെ വാപ്പ അലിയാണ്. അലിയുടെ വാപ്പ മുഹമ്മദാണ് എന്ന് പറഞ്ഞ് 15 വാപ്പാന്റെ പേര് വായിച്ചിട്ട് എവിടെ എത്തുന്നുണ്ട്? ദുൽഖുവൈസിർ എത്തുന്നുണ്ട്. ആ ദുൽഖുവൈസിറിന്റെ 16ാമത്തെ പേരക്കുട്ടിയാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ്. മുഹമ്മദ് അബ്ദുൽ വഹാബ് 16ാമത്തെ പേരക്കുട്ടിയാണെങ്കിൽ 15ാമത്തെ പേരക്കുട്ടിയാരാ? അബ്ദുൽ വഹാബാണല്ലോ. 15ാമത്തെ പേരക്കുട്ടി അബ്ദുൽ വഹാബാണല്ലോ. ആ അബ്ദുൽ വഹാബ് ലോകം കണ്ട 1-ാം നമ്പർ ഖുറാഫിയാണല്ലോ. എന്തേ അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്? ദുൽഖുവൈസിർ മോശക്കാരനായിട്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ദുൽഖുവൈസിറുടെ പരമ്പരയിൽ എന്റെ 16ാമത്തെ ആൾക്ക് മാത്രമേ കുഴപ്പം, ബാക്കി 15 ആളും ഉസാറ്. ആ 15 ആളെ കുറിച്ച് എന്താ കാസിമിക്ക് പറയാനുള്ളത്? ദുൽഖുവൈസിർ മുതൽ ഇങ്ങോട്ട് എണ്ണിയ വുഹൈബും അലിയും മുഹമ്മദും അടക്കം അവിടെ ഇങ്ങോട്ട് അബ്ദുൽ വഹാബ് വരെ എണ്ണിയ 15 ആളുണ്ടല്ലോ. ഈ 15 ആളെ കുറിച്ച് എന്താ കാസിമിക്ക് അഭിപ്രായം പറയാനുള്ളത്? വഹാബിസ് ഉണ്ടാക്കിയത് മുഹമ്മദ് അബ്ദുൽ വഹാബാണ് എന്ന അയാളുടെ വാദം സമ്മതിച്ചാൽ തന്നെയും ബാക്കി അപ്പുറത്തുള്ള 15 ആളുകള് ഓരവസ്ഥ എന്താ? അവരും ഈ ദുൽഖുവൈസിറുടെ പിന്മുറക്കാരല്ലേ. അപ്പൊ ഓരൊക്കെ ഈ ഖുറാഫാത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പക്കാരൊന്നല്ല എന്നാണോ ന്യായീകരിക്കുന്നത്? ഇനി അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞു ദുൽഖുവൈസിർ എന്ത് പറഞ്ഞു? എഴുതില്ല മുഹമ്മദ്. ശരിയാ, ഇമാം ബുഖാരി ധരിച്ചതാണ്. മുഹമ്മദ് നീ നീതി കാണിക്കണം. റസൂൽ ചോദിച്ചു, ഞാൻ നീതി കാണിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി കാണിക്കുക? അള്ളാഹു റസൂൽ ചോദിക്കുകയുണ്ടായി. ഉമർ ഖത്താബ് എഴുന്നേറ്റു, റസൂലെ അനുവാദം നൽകൂ, ഈ മുനാഫിഖിന്റെ കഴുത്ത് ഞാൻ വെട്ടട്ടെ. റസൂൽ പറഞ്ഞു, വേണ്ട വേണ്ട, ഇവന് ചില അനുയായികൾ വരാനുണ്ട്, ചില അനുയായികൾ വരാനുണ്ട്. റസൂൽ പറഞ്ഞതാണ് ശരിയാണ്. ആ ദുൽഖുവൈസിറുടെ അനുയായികളായി മുസ്ലിം ലോകത്തെ ആധികാരിക പണ്ഡിതന്മാർ മുഴുവൻ രേഖപ്പെടുത്തി വെച്ചത് ആരെയാണ്? ഖവാരിജുകളെയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നെഹ്റുവാൻ യുദ്ധത്തിൽ വെച്ച് ഖവാരിജുകളുമായി ഏറ്റുമുട്ടിയപ്പോൾ ഈ 10 ലക്ഷണങ്ങൾ അല്ലാഹു റസൂൽ പഠിപ്പിച്ചു കൊടുത്ത ഏതാനും ലക്ഷണമുണ്ട് ആ അനുയായികൾ തിരിച്ചറിയാൻ. ആ ലക്ഷണം നോക്കി ആളെ തെരഞ്ഞുപിടിച്ച് അവരുമായി ഏറ്റുമുട്ടി എന്നല്ലേ ഇമാം ബുഖാരി അതേ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് രേഖപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോ റസൂല പറഞ്ഞിട്ടുണ്ടോ ദുൽഖുവൈസിറിന്റെ സന്താന പരമ്പരയില് 16ാമത്തെ ആള് മോശക്കാരനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയട്ടെ കാസിമി. ഇതിപ്പോ പരമ്പര ആർക്കുണ്ടാക്കി വായിക്കാ ആണ് എഴുതി കൂട്ടാന്നിട്ടാ ഇയാളെ വാപ്പന്റെ ആള് അയാളെ വാപ്പന്റെ ആള് ആണ് എന്നോ അല്ല എന്നോ പറയാൻ പ്രത്യേകിച്ച് തെളിവൊന്നുമില്ലല്ലോ. അങ്ങനെ പരമ്പര നോക്കി തള്ളുകയാണെങ്കിൽ ആരെ കൊല്ലാണ്ടാവാ കാസിമിക്ക്? ആലുവയിലുണ്ടല്ലോ ഒരു സുൽത്താൻ ഷാ ഖാദിരി എന്ന് പറയുന്ന ഒരു ആലുവ ഷെയ്ഖ്, ജീലാനി ത്വരീഖത്ത് അവരിറക്കുന്ന ജീലാനി സന്ദേശം എന്ന മാസികയില് പാണക്കാട് ശിഹാബ് തങ്ങളെ കുറിച്ച് എഴുതി. ശിഹാബ് തങ്ങളെ പരമ്പര ഷിയാക്കളാണ്. ശിഹാബ് തങ്ങളെ പരമ്പര 4 ബാപ്പമാരപ്പുറത്തേക്ക് പോയാൽ ബാക്കി ഷിയാക്കളാണ് എന്ന് ആലുവ ത്വരീഖത്തുകാര്, ജീലാനി ത്വരീഖത്തുകാര്, ഹുദവിമാരും ഫൈസിമാരും അടക്കമുള്ളവര് നേതൃത്വം കൊടുക്കുന്ന ത്വരീഖത്തിന്റെ ആളുകള് അവർ ജീലാനി സന്ദേശം എന്ന മാസികയില് അവരെഴുതി വിട്ടില്ലേ. എന്താ കാസിമി പറയാ? കാസിം എന്താ പറയാ? നമ്മുടെ നാട്ടിലെ കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ മുഴുവൻ പരമ്പര എടുത്ത് നോക്കുക, ആരാണ്ടാവുക? ആ പരമ്പര ഉദാഹരണമായിട്ട് റഹ്മത്തുള്ളാഹി ഖാസിമിന്റെ പരമ്പര നമ്മൾ പരിശോധിച്ചാൽ ചിലപ്പോ അദ്ദേഹത്തിന്റെ വാപ്പ ഒരു പക്ഷെ ഒരു മുഹമ്മദ് ആയിരിക്കാം, മൂപ്പര് വാപ്പ അഹമ്മദ് ആയിരിക്കാം,
മൂപ്പര് വാപ്പ അബൂബക്കറായിരിക്കാം, അദ്ദേഹത്തിന്റെ പിതാവ് ഒരു പക്ഷേ മറ്റൊരു മുഹമ്മദ് ആയിരിക്കാം. ഒരു 4 വാപ്പ അപ്പുറത്ത് പോയാല് പിന്നുള്ള വാപ്പ രാമൻകുട്ടി ആയിരിക്കാം. അത് ശരി, രാമൻകുട്ടിന്റെ വാക്ക് ഇയാളല്ലേ ശരിയാവൂല എന്ന് പറയോ? അതല്ലേ ഉമർ ഖാദി ചോദിച്ചത്. അയാ ഫാഖിറൻ ബിൻ നസബി കൈഫ തഫാഖുറു വഅസ്ലൂകും മിൻ ഖബ്ലു തിയം വനായരു വഅസാരി മുസാരി വമണ്ണാനു പറയരു വകൊശവനു ചെട്ട്യാരു വനമ്പൂരി പാണനു. ഉമർ ഖാദിന്റെ കാലത്ത് ചില മൂല്യന്മാര് തറവാട്ട് മഹിമയും പറഞ്ഞ് ഞങ്ങൾ വലിയ പാരമ്പര്യക്കാരാണ്, ഞങ്ങൾ വലിയ തറവാട്ടേരാണ് എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയപ്പോ ഉമർ ഖാദി ചോദിക്കുക, തറവാട് പറഞ്ഞിട്ട് കുലമഹിമ പറഞ്ഞിട്ട് അഭിമാനം നടിക്കുന്ന ദുരഭിമാനം കാണിക്കുന്ന മനുഷ്യരെ എന്ത് വെച്ചിട്ടാണോ നീയൊക്കെ അഭിമാനിക്കുന്നത്? കൈഫത്തഫാഖുറു, എങ്ങനെ അഭിമാനിക്കാൻ വകണ്ടാവുക? കാരണം എന്തേ? മുമ്പങ്ങ് പോയാൽ നിങ്ങളെല്ലാം അസ്ല്, നിങ്ങളെല്ലാം തറവാട്, നിങ്ങളെല്ലാം അടിസ്ഥാനം തീയമ്പനായരു, ഒന്നുകിൽ തീയരാണ്, അല്ലെങ്കിൽ നായരാണ്, ആശാരിയാണ്, മൂസാരിയാണ്, മണ്ണാനാണ്, പറയരാണ്, നമ്പൂരിയാണ്. ഇതൊക്കെ എല്ലടോ നിന്റെ അസ്ല് എന്ന് ഉമർ ഖാദി പാടി വെച്ചില്ലേ? എന്നിട്ട് ഇപ്പോഴും പറയാ 16ാമത്തെ പേരെക്കുട്ടി അങ്ങനെയാണ്. മറ്റുള്ളവരൊക്കെ 23ാമത്തെ പേരെക്കുട്ടിയ പാണക്കാട് തങ്ങന്മാരെ കുറിച്ച് അവര് പരിചയപ്പെടുത്തുന്നത്. ഇതിനപ്പുറത്തുള്ള 22 തലമുറകളും 1-ാം നമ്പർ അഹ്ലുസുന്നയുടെ ആദർശം ഉൾക്കൊണ്ടവരാണ് എന്ന് സ്ഥാപിക്കാൻ ഇപ്പൊ നഖാസിമിക്കാകുമോ? ഒരിക്കലുമാവില്ല. ഇനി സ്വഹാബത്തിനെടുത്ത് നോക്കിയാലോ. റഹ്മത്തുള്ളാഹി ഖാസിമി ഉള്ള ഇക്കാലത്ത് ഇക്രിമ റളിയല്ലാഹു അൻഹു വരികയാണെങ്കിൽ ഖാസിം എന്താ പറയാ? ഇങ്ങളെ നമ്മള് കൂട്ടില്ല. കാരണം എന്താ? നിങ്ങളെ വാപ്പാര അബൂജഹല്, ഇക്രിമന്റെ വാപ്പാര അബൂജഹല്. അബൂജഹലിന്റെ വേറെ കുട്ടിയില്ല, അബൂജഹലിന്റെ മക്കളില്ല, അതൊന്നും നമ്മൾ കൂട്ടൂല എന്ന് പറഞ്ഞ് തള്ളോ ഖാസിമി? എന്നിട്ടിങ്ങനെ പരമ്പര വായിച്ചിട്ട് എന്താ? ദുൽഖുവൈസിന്റെ വാക്യാണ്, അതിന്റെ പിന്മുറക്കാരാണ്, അതിന്റെ പാരമ്പര്യത്തിൽ വന്നവരാണ്, അവരാണ് വഹാബിസ് ഉണ്ടാക്കിയത് എന്ന് 1111 അതേ മനുഷ്യന്മാർ അപ്പുറത്ത് പോയിട്ട് എന്ത് പറയും? ഇവിടെ നേതാവാണ് ഇബ്നു തൈമിയ്യ. ഇബ്നു തൈമിയ്യ എന്നതായി? ഇബ്നു തൈമിയ്യ 8-ാം നൂറ്റാണ്ടുകാരനാണ്. 1111 സ്ഥാപിച്ച വഹാബിസം എന്ന പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് ഖാസിം അടക്കമുള്ള മുസ്ലിയാക്കന്മാരെ 8-ാം നൂറ്റാണ്ടിൽ നേതാവുണ്ടാകുക? ഇബ്നു കസീറും ഇബ്നു ഖയ്യിമും ഇബ്നു തൈമിയ്യയും അടക്കമുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരൊക്കെ ഇതിന് നേതാക്കന്മാരായി പരിചയപ്പെടുത്തുന്ന മനുഷ്യന്മാരുണ്ട്. ഇനി അബ്ദുൽ വഹാബും ആ അബ്ദുൽ വഹാബിന്റെ മകൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് 7-ാമത്തെ വയസ്സിൽ ഖുർആൻ ഹിഫ്ളാക്കിയ മഹാനാ. 7-ാമത്തെ വയസ്സിൽ ഖുർആൻ ഹിഫ്ളാക്കിയ മഹാനാണ്. 10 വയസ്സായപ്പോഴേക്ക് ഇസ്ലാമിലെ വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ പലതും ഓതിപ്പടിക്കാൻ, അത് മനഃപ്പാഠമാക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ്. ആ നാടുനാകെ തൗഹീദിന്റെ പ്രകാശം പരത്തിക്കൊണ്ട് ദഅവത്തുമായി മുന്നേറിയ മഹാനാണ്. അദ്ദേഹം ദഅവത്തുമായി ഇറങ്ങുന്ന കാലത്ത് എന്താണ് റിയാദിലെയും പരിസര പ്രദേശങ്ങളെയും അവസ്ഥ? മരങ്ങളെ കെട്ടിപ്പിടിച്ച് കരയുന്ന മുസ്ലിമീങ്ങളാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് പല മരങ്ങളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് 1 വർഷം തികയുന്നതിന് മുമ്പ് എനിക്കൊരു ഭർത്താവിനെ തരണേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന മനുഷ്യന്മാരെ നോക്കിയിട്ടാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് പ്രഖ്യാപിച്ചത്, സമൂഹമേ ഇത് അബദ്ധമാണ്, ഇത് തെറ്റാണ്, ഇത് അബദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം മരങ്ങളെ വേരോടെ പിഴുതെറിയാൻ ശ്രമിച്ചവരാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഇമാമുദ്ദഅവ റഹിമഹുല്ലാ. അത് അത്തരം കല്ലും മരങ്ങളും ഇന്നും പല സ്ഥലത്തും സ്ഥാപിച്ചുകൊണ്ട് നാട്ടിക്കൊണ്ട് അതിനെ പൂജിക്കാൻ പ്രേരിപ്പിക്കുന്ന ആളുകൾക്ക് എന്തായിരുന്നാലും അത്തരക്കാരുടെ വിദ്വേഷം ഉണ്ടാവുക സ്വാഭാവികമാണ്. നാട്ടുകല്ലിങ്ങനെ കല്ലും പാലക്കാട് പുത്തരിപ്പാടത്തെ മരവും അടക്കമുള്ള കല്ലും മരങ്ങളും ആരാധിക്കപ്പെടുന്ന, വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന വസ്തുക്കളായി മാറിയ ചുറ്റുപാടിൽ അതേപോലെ അമ്പിയാവും ഔലിയാവും അല്ലാത്തവരുമായവരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കി മാറ്റിയ ആളുകൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ അത്തരം വരുമാന മാർഗം കൊണ്ട് സ്ഥാപനം നടത്തുന്ന ഖാസിം അടക്കമുള്ള മുസ്ലിയാക്കന്മാർ ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ സ്വാഭാവികമായും അതിനെതിരെ അന്നു പറഞ്ഞ പണ്ഡിതന്മാരെ തെരഞ്ഞുപിടിച്ച് ക്രൂശിക്കാൻ ശ്രമിക്കുമെന്നുള്ളത് സ്വാഭാവികമാണ്. അതിൽ അത്ഭുതമൊന്നുമില്ല.